Flywheel, the real adrenal rush begins. Throttle your dream. Flywheel. Power of passion. Flywheel. Hi folks, welcome to another new episode of Flywheel. Luxury is something which is very hard or difficult to define. എന്തായാലും രാജകീയമായ സൗകര്യങ്ങളും ലേറ്റസ്റ്റ് ടെക്നോളജീസും സ്റ്റേറ്റസുമാണ് ജനറലി ലക്ഷറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സൂപ്പർ ലക്ഷറി കാറാണ് ഇന്ന് ഫ്ലൈവീലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതെ, വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷൂറിയസ് കാർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന റോൾസ് റോയ്സ് ഫാൻറ്റം. ഇതുവരെ കേരളത്തിലോ അതോ മലയാളം ചാനലിൽ ആരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാത്ത റോൾസ് റോയ്സ് ഫാൻറ്റമാണ് ഫ്ലൈവീലിൻ്റെ ആരാധകർക്കായി ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ പ്രസന്റിംഗ് ബിഫോർ യു ദ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി, റോൾസ് റോയ്സ് ഫാൻറ്റം. റോൾസ് റോയ്സ് ആഢ്യത്വത്തിൻ്റെ അവസാന വാക്ക്. റോൾസ് റോയ്സിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു ഒരു കാലം ഇന്ത്യ. മഹാരാജാക്കന്മാരും നവാബുമാരും വാഴുന്നിരുന്ന കാലത്ത് ഏറ്റവും അധികം റോൾസ് റോയ്സ് വിറ്റിരുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ത്യ. പിൽക്കാലത്ത് മാർക്കറ്റ് മോശമാവുകയും പിന്നീട് സാമ്പത്തികമായി ഇന്ത്യ വളർന്നപ്പോൾ റോൾസ് റോയ്സിൻ്റെ മാർക്കറ്റ് പിന്നെ വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത്. ഇന്ന് ഞങ്ങൾ ഫ്ലൈവീലിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത് റോൾസ് റോയ്സിൻ്റെ ലക്ഷറി സിഡാൻ മോഡലായ ഫാൻറ്റമാണ്. ഫാൻറ്റത്തിൻ്റെ എക്സ്റ്റൻഡഡ് വീൽ ബേസ് എന്ന EWAV ആണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. പുതിയ ഫാൻറ്റം ഡിസൈൻ ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് ഡിസൈനർ ശ്രദ്ധിച്ചതായി എനിക്ക് തോന്നുന്നത്. ഒന്ന് റോയൽ, മറ്റൊന്ന് ക്ലാസിക്, പിന്നൊന്ന് മോഡേൺ, പിന്നൊന്ന് പ്രസൻസ്. ഈ 4 കാര്യം ഉൾപ്പെട്ട ഒരു ഡിസൈനാണ് ഫാൻറ്റത്തിലുള്ളത്. ഇതിൻ്റെ 2 മീറ്ററോളമുള്ള വീതി, 6 മീറ്ററോളമുള്ള നീളം, 1.6 മീറ്ററോളമുള്ള ഹൈറ്റും ഒരു SUV-നേക്കാളും പ്രസൻസാണ് ഫാൻറ്റത്തിന് നൽകുന്നത്. എന്നാലും ഈ ഫാൻറ്റത്തിന് അതിൻ്റെതായ എലഗൻസോ എക്സ്ക്ലൂസീവ്നെസ്സോ നഷ്ടപ്പെടാതെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റോൾസ് റോയ്സിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലെ ഐഡൻറ്റിറ്റിയാണ് ഇതിൻ്റെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ലോഗോവും റേഡിയേറ്റർ ഗ്രില്ലും. ഏതൊരു റോൾസ് റോയ്സ് എടുത്ത് നോക്കിയാലും അത് എത്ര പഴയതായാലും ക്ലാസിക് ആയാലും വിൻറ്റേജ് ആയാലും സെയിം ടൈപ്പ് ഓഫ് ഗ്രില്ലും ഇതിൻ്റെ ഡിസൈനും നിലനിർത്തുകയാണ് റോൾസ് റോയ്സ് ചെയ്തിട്ടുള്ളത്. പുതിയ ഫാൻറ്റത്തിലാവട്ടെ ഡിസൈനേഴ്സ് ആ ഗ്രില്ല് നിലനിർത്താൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ക്രോം പോർഷനിൽ വരുന്നത്, ഇത്രയും വലിയ ഗ്രില്ല്, ഇതിൻ്റെ വെർട്ടിക്കൽ ലൈൻസ്, പിന്നെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ലോഗോ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ആ പ്രസൻസ്, ആ ഗാംഭീര്യം ഉളവാക്കുന്ന വിധം തന്നെയാണ് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഫാൻറ്റത്തിന് തന്നെ ഇത് നല്ല ഇഴകിച്ചേരുന്ന വിധമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ നല്ല മോഡേൺ ലുക്കും ഇതിന് നൽകുന്നുണ്ട്. ഫാൻറ്റത്തിൻ്റെ മുൻവശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഹെഡ്ലൈറ്റ്സ് ആണ്. മേലെ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റും താഴെ ഒരു റൗണ്ട് ഡൂമുമാണ് ഉള്ളത്. ഈ റൗണ്ട് ഡൂമും ബൈസണോൺ ഹെഡ്ലൈറ്റും പിന്നെ മേലെയുള്ള റെക്ടാങ്കിളിൽ ഒരു ഹൈ ബീമും ഇൻഡിക്കേറ്റേഴ്സും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഒരു മുഴുവനും ഇല്ലാത്ത, ഒരു ഓൾറൗണ്ട് ഇല്ലാത്തൊരു ബമ്പറുമാണ് ഉള്ളത്.
ആദ്യം കാണുമ്പോൾ ഒരു അഭംഗി തോന്നുമെങ്കിലും ഈ ഡിസൈനോട് ഇഴകി ചേരും വിധമാണ് ഡിസൈനേഴ്സ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട്, ഇതിൻ്റെ ക്ലാസ്നെസ് പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഇത് ആ ലുക്കും നൽകുന്നുണ്ട്. കാഴ്ചയുള്ള ആ റോയൽ ലുക്ക് നിലനിർത്താൻ ഒരുപാട് ക്രോം ഡിസൈനേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഗ്ലാസ്സിന് ചുറ്റും വരുന്ന ക്രോം പ്ലേറ്റിംഗ്, ഹാൻഡിൽ വരുന്ന ക്രോം പ്ലേറ്റിംഗ്, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ആയിട്ട് ഒരുപാട് ക്രോം പ്ലേറ്റിംഗ് നൽകിയിട്ടും ബീഡിങ് നൽകിയിട്ടും എല്ലാം ആ എലഗൻസി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റത്തിൻ ഡിസൈനിലെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ റിയർ ഡോർസ് ആണ്. സൂയിസൈഡ് ഡോർ എന്നറിയപ്പെടുന്ന ബാക്കിലേക്ക് സ്വിങ് ചെയ്യുന്ന ഡോറാണ് ഇതിലുള്ളത്. ഇതിന് കാരണം ബാക്ക് സീറ്റിലേക്കുള്ള യാത്രക്കാർ കൂടുതലും ബാക്ക് സീറ്റാണ് യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് എൻട്രിയും എക്സിറ്റിനും വേണ്ടിയിട്ടാണ് ഡോർ ഇപ്രകാരം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും ഇത്ര ഹൈറ്റ് ആയിട്ടുള്ള കാർ ആയതുകൊണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡോർ അടയ്ക്കണമെങ്കിൽ തന്നെ ഉള്ളിൽ ബട്ടൺ ഉള്ളതുകൊണ്ട് നമ്മൾ വലിച്ചടിക്കണമെന്നില്ല, ബട്ടൺ അമർത്തിയാൽ ഇത് തനിയെ അടഞ്ഞുകൊള്ളും. റിവേഴ്സ് ക്യാമറയും റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബൂട്ട് സ്റ്റാൻഡേർഡായി ഫാൻറ്റത്തിൽ വരുന്നുണ്ട്. ഇത് റിമോട്ടിൽ തന്നെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 20 ഇഞ്ച് അലോയ് വീൽസ് ആണ് സ്റ്റാൻഡേർഡായിട്ട് ഫാൻറ്റത്തിൽ വരാറുള്ളത്. എന്നാൽ ഞങ്ങളിന്ന് ടെസ്റ്റ് ചെയ്യുന്ന വെഹിക്കിളിനുള്ളത് 21 ഇഞ്ച് സ്പോർട്ട് അലോയ്സ് ആണ്. 7 സ്പോക്കോട് കൂടിയ അലോയ്സ് ആണ് ഈ 21 ഇഞ്ച് അലോയ്. ഇത് ഓപ്ഷണലായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്ന ടയർ ഫാൻറ്റത്തിന് മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള 285/45 ടയറാണ്. ഇപ്പോൾ ഇതിലുള്ളത് ഗുഡിയറിൻ്റെ ആണ്. അധികം കമ്പനീസ് ഒന്നും ഈ ടയർ ഉണ്ടാക്കുന്നില്ല. മിഷ്ലിൻ, ഗുഡിയർ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനീസ് മാത്രമാണ് ചെയ്യുന്നത്. ഇതിന് പുറമെ ഇതിൽ വേറൊരു അട്രാക്ഷനുള്ള റോൾസ് റോയ്സിൻ്റെ RR ലോഗോ. വീൽ എത്ര സ്പീഡിൽ സ്പിൻ ചെയ്താലും അതിൻ്റെ ആ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ RR എന്നുള്ളത് നമുക്ക് ഏത് സ്പീഡിലും ക്ലിയർ ആയിട്ട് കാണാം.